ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആരോഗ്യവകുപ്പിന്റെ കനിവ് 108 ആംബുലൻസുകളുടെ പ്രവർത്തനം നിർത്തി. കോവിഡ് കാലം മുതലുണ്ടായിരുന്ന 2 ആംബുലൻസുകളിൽ ഒന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റൊന്ന് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയത്. ഒരു മാസം മുൻപാണ് ചിറ്റൂരിലേക്ക് ഒരു ആംബുലൻസ് നൽകിയത്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് മാറ്റി. ഇതോടെ ഒറ്റപ്പാലത്ത് കനിവ് 108 ആംബുലൻസിന്റെ സേവനം ഇല്ലാതായി. ഇവിടെ നിന്ന് മാറ്റാനുള്ള കാരണം അറിയില്ലെന്നാണ് താലൂക്ക് ആശുപത്രി അധികൃതരും ഒറ്റപ്പാലം നഗരസഭ അധികൃതരും പറയുന്നത്. നേരത്തെ ആശുപത്രിയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന മുൻ സൂപ്രണ്ട് ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. നിലവിൽ ആശുപത്രിയിൽ 2 ആംബുലൻസുകൾ ഉണ്ടെന്നും ഇവിടെ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ പാർക്കിങ്ങിന് സ്ഥലപരിമിതിയുണ്ടെന്നും അതിനാൽ 108 ആംബുലൻസുകളെ പിൻവലിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് പരിഗണിക്കാമെന്നും കത്തിൽ ശുപാർശയുണ്ടായിരുന്നു. ഇതാണ് ആംബുലൻസുകൾ പിൻവലിക്കാനുള്ള കാരണമെന്നാണ് സൂചന. ജില്ലയിലെ ആദ്യ കോവിഡ് രോഗിയെ സ്ഥിരീകരിച്ചത് ഒറ്റപ്പാലത്തായിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടന്നിരുന്ന താലൂക്ക് ആശുപത്രിയും അന്ന് ഒറ്റപ്പാലമായിരുന്നു. അന്നു മുതൽ 108 ആംബുലൻസുകളാണ് ഒറ്റപ്പാലത്ത് കോവിഡ് സേവനങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നത്. ജില്ലയിലുണ്ടായ വാഹനാപകടങ്ങളുടെ 25% നടക്കുന്ന പാലക്കാട് കുളപ്പുള്ളി പാതയിലാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി. ഇവിടെയാണ് 108 ആംബുലൻസ് സേവനം ഇല്ലാതാകുന്നത്. CCN ഒറ്റപ്പാലം.